12 മറാഠ കോട്ടകളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണെന്ന് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ കോട്ടയോടും ചരിത്രത്തിലെ ഓരോരോ താളുകളാണ് ചേർന്നിരിക്കുന്നതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പൈതൃക പട്ടികയിൽ ഇടം നേടിയ കോട്ടകളിൽ 11 മഹാരാഷ്ട്രയിലും ഒരു കോട്ട തമിഴ്നാട്ടിലുമാണ്. ഓരോ കല്ലും ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയാണ്. സൽഹേർ കോട്ടയിൽ വെച്ചാണ് ശിവജി മഹാരാജ് മുഗളന്മാരെ തോൽപ്പിച്ചത്. ശിവനേരിയിലാണ് ഛത്രപതി ശിവജി മഹാരാജ് ജനിച്ചത്. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളാണ് ഓരോ കോട്ടകൾക്കും പറയാനുള്ളതെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. കടലിന്റെ നടുവിൽ നിർമ്മിച്ച ഖാന്തേരി കോട്ടയിൽ വെച്ച് എതിരാളികളെ തോൽപ്പിച്ച് ശിവജി മഹാരാജ് വിജയഗാഥ സൃഷ്ടിച്ചു. പ്രതാപ്ഗഡ് കോട്ടയിൽ വെച്ച് അഫ്സൽ ഖാനെതിരെ അദ്ദേഹം വിജയം നേടി. വിജയദുർഗ് കോട്ടയിലെ രഹസ്യ തുരങ്കം ശിവജി മഹാരാജിന്റെ ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ്. കുറച്ചു വർഷം മുമ്പ് റായ്ഗഡ് സന്ദർശിച്ച വേളയിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നമസ്കരിച്ച അസുലഭ നിമിഷവും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പങ്കുവച്ചു. ये अनुभव जीवन भर मेरे साथ रहेगा. साथियों, देश के और हिस्सों में भी ऐसे ही अद्भुत किले हैं जिन्होंने आक्रमण झेले, खराब मौसम की मार झेली, लेकिन आत्मसम्मान को कभी भी झुकने नहीं दिया. രാജസ്ഥാൻ ചിത്തോർഗഡ്. ഉത്തർപ്രദേശിലെ ബാന്തയിലെ കാളിഞ്ചർ കോട്ട മഹമ്മൂദ് ഗസ്നി പലതവണ ആക്രമിച്ചെങ്കിലും ഓരോ തവണയും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബുന്ദേൽഖണ്ഡിലെ ഗ്വാളിയോർ കോട്ട, ജാൻസി, ധാദിയ, അജയ്ഗഡ്, ഖണ്ഡൂഡ്കർ, ചന്ദേരി ഈ കോട്ടകൾ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു. ഈ കോട്ടകൾ സന്ദർശിച്ച് നമ്മുടെ ചരിത്രവും പൈതൃകവും ഓരോരുത്തരും അറിയണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിലെ ചിത്തോർഗഡ് കോട്ട, കുംഭൽഗഡ് കോട്ട, രൺഥംബോർ കോട്ട, ആമേർ കോട്ട, ജയ്സാൽമീർ കോട്ട എന്നിവ ലോകപ്രസിദ്ധമാണ്. കർണാടകയിലെ ഗുൽബർഗ കോട്ടയും ചിത്രദുർഗ കോട്ടയും അത്ഭുതം നിറഞ്ഞതാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.